കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി. നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ MK റാമിന് പങ്കുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വാദം. നിതിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ രജിസ്റ്റർ ചെയ്ത 1ഉം 2ഉം പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് അഡീഷണൽ സെഷൻസ് കോടതിയിൽ വാദത്തിന് വന്നിട്ടുള്ളത്. പ്രഥമ ദൃഷ്ട്യാ ഇയാൾക്കെതിരെ SC/ST വകുപ്പും ആത്മഹത്യാ ശ്രമം നടത്തിയതിനുള്ള വകുപ്പ് ആത്മഹത്യ ചെയ്തതിനുള്ള വകുപ്പ് പ്രകാരം കുറ്റക്കാരനാണ്. പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കും എന്ന രീതിയിലേക്കാണ് പ്രോസിക്യൂഷൻ്റെ വാദം. ഏതായാലും ആ വാദം കോടതി അംഗീകരിക്കുമെന്നാണ് തോന്നുന്നത്. 2ാം പ്രതിയായ സംഗീത ടീച്ചർക്കെതിരായിട്ടും ആ കുട്ടി ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനോടും സഹോദരിയോടും പറഞ്ഞ മൊഴിയും കോടതി മുമ്പാകെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ കൃത്യമായ കാര്യങ്ങൾ നിതിൻ രാജിന്റെ രക്ഷിതാക്കളെ ബോധിപ്പിച്ചില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. അവസാന നിമിഷം റാമും നിതിൻ രാജുമായി ഒരു സംസാരവും ഉണ്ടായിരുന്നില്ല എന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഗോകുൽ K വേണുഗോപാൽ വിശദാംശങ്ങളുമായി. ഗോകുൽ, ഇതിൽ പിതാവിന്റെ ഭാഗം കേൾക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം വാദം മാറ്റിവെച്ചത്. അപ്പോൾ ഇന്ന് പൂർണ്ണമായും പറയാനുള്ളതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ വാദമുഖങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുന്നു എന്നാണല്ലോ അഭിഭാഷകൻ പറഞ്ഞത്. അനുജ, ഏകദേശം 2 മണിക്കൂറോളം ഈ വാദമുഖങ്ങൾ നീണ്ടു നിന്നിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റവും പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധനം തടയൽ പ്രകാരമുള്ള കുറ്റവും തങ്ങൾക്കെതിരെ നിലനിൽക്കില്ല എന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്ന് പറയാൻ കാരണം അവർ ഈ നിതിൻ രാജിനെ പ്രിൻസിപ്പാളിന്റെ ചേംബറിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഡോക്ടർ റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും പ്രിൻസിപ്പാളിന്റെ ചേംബറിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അതോടൊപ്പം ഡോക്ടർ റാം പറഞ്ഞൊരു കാര്യം, താൻ ഭജന്ദ്ര എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്, അത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിഭാഗമാണ് കർണാടകയിലെ എന്നായിരുന്നു ഡോക്ടർ റാമിന്റെ വാദം. എന്നാൽ ഇതിനെയൊക്കെ പ്രോസിക്യൂഷൻ എതിർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. 12:28 മുതൽ 1:38 വരെയുള്ള സമയത്തായിരുന്നു ഈ നിതിൻ രാജ് പ്രിൻസിപ്പാളിന്റെ ചേംബറിൽ ഉണ്ടായിരുന്നത്. ഏകദേശം ആ സമയത്ത് മുഴുവൻ ഈ പ്രിൻസിപ്പാളിന്റെ ചേംബറിനോട് ചേർന്ന് നിന്നിട്ടുള്ള സ്റ്റാഫ് റൂമിൽ ഡോക്ടർ റാമും ഉണ്ടായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട്. ഈ ഒരു പത്തോളജി വിഭാഗത്തിന്റെ മേധാവിയായിട്ടുള്ള HODക്ക് അദ്ദേഹത്തിന് പ്രത്യേക ക്യാബിൻ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഈ 1 മണിക്കൂറിലധികം സമയം ഇത്തരത്തിൽ നിതിൻ രാജിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ പ്രിൻസിപ്പാളിന്റെ ചേംബറിന്റെ തൊട്ടടുത്ത സ്റ്റാഫ് റൂമിൽ വന്ന് നിൽക്കുന്നു എന്നൊരു ചോദ്യം ചോദിക്കുന്നു. മാത്രമല്ല, നിതിൻ രാജിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ റാം പ്രിൻസിപ്പാളിന്റെ ചേംബറിന്റെ വാതിൽ തുറന്ന് അകത്തെന്താണ് സംഭവിക്കുന്നത് എന്ന് പരിശോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡോക്ടർ ലതാ ശശിധരൻ പരാതി നൽകിയതിനു ശേഷം ലതാ ശശിധരനെ ഡോക്ടർ റാം അഭിനന്ദിക്കുന്നതിന്റെ CCTV വിഷ്വൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് എന്നും പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. അതിനാൽ തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റവും ഈ പറഞ്ഞതുപോലെ SC/ST ഈ പട്ടികവർഗ വകുപ്പ് നിരോധനം തടയൽ പ്രകാരമുള്ള വകുപ്പ് ഇദ്ദേഹത്തിനെതിരെ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. കാരണം ഭജന്ദ്ര എന്ന് പറയുന്നത് കർണാടകയിലെ OBC വിഭാഗമാണ് എന്നതിന് സമർത്ഥിക്കുന്ന തെളിവുകൾ അവിടെ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ ആത്മഹത്യാ പ്രേരണ കുറ്റവും SC/ST ആക്ട് പ്രകാരമുള്ള കുറ്റവും നിലനിൽക്കില്ല എന്ന് പറയുമ്പോഴും അതിനെ കർശനമായി എതിർക്കുകയും അതിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള വാദങ്ങളാണ് ഈ പ്രോസിക്യൂഷൻ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിതിൻ രാജിന്റെ പിതാവ് YL രാജന് വേണ്ടി മറ്റൊരു അഭിഭാഷകൻ കൂടി ഹാജരാവുന്നുണ്ടായിരുന്നു. അദ്ദേഹം കേസിൽ കക്ഷി ചേരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ കോടതി മുമ്പാകെ ഹാജരായിരുന്നു. അതിന് പ്രകാരമാണ് ഇന്നലെ വാദം നടക്കാതെ ഇന്നത്തേക്ക് മാറ്റുകയും ഇന്ന് വിശദമായ വാദം നടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും മുഴുവൻ വാദവും പൂർത്തിയായിട്ടുണ്ട്. മറ്റന്നാൾ ഈ കേസിൽ വിധി പറയുമെന്നാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ രാജിന്റെ അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് മറ്റന്നാൾ കോടതി വിധി പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.